അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. ദേശീയ പണിമുടക്കിൽ നടന്ന അക്രമ സംഭവങ്ങളിലും മാധ്യമപ്രവർത്തകന് നേരെയുണ്ടായ മർദ്ദനത്തിലും കേസെടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 4 ആഴ്ചയ്ക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ എറണാകുളം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് നിർദ്ദേശം. 2025 ജൂലൈ 9 നടന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിൽ KSRTC ബസിന് നേരെ കല്ലേറ് നടത്തുകയും ജീവനക്കാരെ പരിക്കേൽപ്പിച്ച് യാത്രക്കാരിൽ ഭീതി സൃഷ്ടിക്കപ്പെടുകയും മാധ്യമപ്രവർത്തകനെ ആക്രമിക്കുകയും ചെയ്തതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. എറണാകുളം ജില്ലാ പോലീസ് സൂപ്രണ്ട് അന്വേഷണം നടത്തി 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശം നൽകി. പണിമുടക്കിൽ റോഡിൽ ആംബുലൻസുകളും രോഗികളുമായി ആശുപത്രിയിലേക്ക് പോയ വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തി ചികിത്സ നിഷേധിക്കാനുള്ള ശ്രമം നടക്കുകയും വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെ സമരാനുകൂലികൾ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് നടപടി ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പിള്ളി മുണ്ടക്കൽ MJ ഷാജി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയ പരാതി തുടർന്നാണ് ജില്ലാ പോലീസ് മേധാവി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് നൽകിയത്. 2025 ജൂലൈ മാസം 9-ാം തീയതി ദേശീയ പണിമുടക്ക് നടന്നു. ആ ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായിട്ട് മൂവാറ്റുപുഴയിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി. സമരാനുകൂലികൾ KSRTC ബസ് തടഞ്ഞു നിർത്തി ചില്ലിന് കല്ലെറിയുകയും ജീവനക്കാരെ പരിക്കേൽക്കുകയും സംഭവം ഉണ്ടായി. യാത്രക്കാർ ഭീതിയിലാഴ്ത്തുകയും അതുപോലെ തന്നെ അത്യാവശ്യ സർവീസുകളായ ആംബുലൻസ്, ആശുപത്രിയിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഈ തെരുവിൽ തടയപ്പെട്ടു. ഈ അനിഷ്ട സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ MCV റിപ്പോർട്ടറും ക്യാമറമാനുമായ അനൂപ് സത്യനും അന്നത്തെ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന് മാരകമായി പരിക്കേൽക്കുകയുണ്ടായി. സമരാനുകൂലികൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയുണ്ടായി. അന്ന് നടന്ന സംഭവങ്ങൾ അന്വേഷിച്ച്, അതായത് എറണാകുളം ജില്ലാ സൂപ്രണ്ട് അന്വേഷിച്ച് 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുകയും ഉണ്ടായി. അതിൻ്റെ ഉത്തരവാണ് ഈ വന്നിരിക്കുന്നത്. ഈ മനുഷ്യാവകാശ ലംഘനം നടന്നതായിട്ട് ഈ അന്വേഷണ കമ്മീഷന് പ്രാഥമികമായ രീതിയിൽ തെളിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ജില്ലാ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സിനും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് പരാതി അയച്ചു കൊടുത്തിട്ട് ഇതിൻ പ്രകാരം എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. 9/7/2025 ഈ സംഭവത്തിന് ആധാരമായ ഇത് നടക്കുന്നത്. ഞാൻ 10/7/2025, അതായത് പിറ്റേ ദിവസം തന്നെ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ പത്രവാർത്ത ഉൾപ്പെടെ രേഖകളൊക്കെ വെച്ച് ബഹുമാനപ്പെട്ട കമ്മീഷന് പരാതി നൽകുകയുണ്ടായി. അനുകൂലമായി എന്തെങ്കിലും ഒരു കഴമ്പില്ലാതെ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടുകയില്ല. അല്ലാതെ പരാതി അന്ന് തന്നെ കളഞ്ഞേനെ. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോ സംഭവം നടന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പരാതിയുടെ പകർപ്പയച്ച് ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചോ എന്നും പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. മേൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം കമ്മീഷൻ തുടർ നടപടി സ്വീകരിക്കും. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.